ഹല്ലേലൂയ. സ്തോത്രം. ഡിയർ പ്രയർ വാരിയേഴ്സ്, സ്തോത്രം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വചനവുമായി നിങ്ങളെല്ലാം കൂടെ ആയിരിക്കാനായിട്ട് കർത്താവായ യേശു തന്ന നല്ല അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുറച്ച് നാളുകളായി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ അവസരം കിട്ടിയത്. ഇതിപ്പോൾ വർഷം അവസാനിക്കുന്ന സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് നേരത്തെ തന്നെ മുന്നവേ തന്നെ എല്ലാം ഒരുക്കി തന്നിരുന്നു. എനിക്കതിനുള്ളൊരു സാവകാശം സമയം കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് തന്നെ എല്ലാം നമുക്ക് ഒരുക്കി തരുന്നു. വചനം ഇങ്ങനെ പറയുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം. എനിക്കത് തക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. അറിയാമല്ലോ, എൻ്റെ ഡിസേബിലിറ്റിയുടെ ആ പ്രയാസം കൊണ്ടാണ് അങ്ങനെ നീണ്ടുപോയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ക്രിസ്തുമസിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ചെയ്തിരുന്നു. നമ്മളെല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? വാസ്തവമായി ഞാൻ ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ ഉള്ളിൽ ഈ ക്രിസ്തു യഥാർത്ഥത്തിൽ ജനിച്ചിട്ടുണ്ടോ? യഥാർത്ഥമായി ക്രിസ്തു ജനിച്ചവരാണോ നിങ്ങൾ ഓരോരുത്തരും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോഴത്തേന് നമ്മുടെ പല സ്ഥലങ്ങളിലും പുൽക്കൂടുകളിൽ വലിയ വലിയ കാര്യങ്ങൾ, പള്ളികളിലൊക്കെ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റുകളും ട്രീകളും എല്ലാം അലങ്കാരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ വചനത്തിലൂടെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വാസ്തവമായിട്ട് ഈ ക്രിസ്തു ജനിക്കണം. അതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേന് നമ്മുടെ ആ ഒരു 3 വിദ്വാൻമാർ 3 ദേശത്ത് നിന്ന് വന്ന് അവരൊരു നക്ഷത്രം കണ്ടാണ് വരുന്നത്. അവരവിടെ വന്ന് കണ്ടപ്പോഴത്തേന് ഒരു ശിശു ജനിക്കും എന്നാണ് അവരറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വന്ന് അവിടെ വന്ന ശിശുവിനെ കാണാനായിട്ട് വരുന്നു. ആ നക്ഷത്രം മുന്നേ പോയി നക്ഷത്രം നിന്നെടുത്ത് വന്ന് കാണുന്നു. അവിടെ നമ്മൾ കാണുന്നത് ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന ഒരു യേശു അല്ല. അവിടെ അന്നത്തെ ആ കാലഘട്ടം അനുസരിച്ച് വഴിയമ്പലങ്ങൾ എന്ന് വെച്ചാൽ അന്ന് ഹോട്ടലുകളല്ല, സ്റ്റാർ ഹോട്ടലുകളല്ല, വഴിയമ്പലങ്ങളാണ്. അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ജോസഫും മറിയയും അവരുടെ വാഹനം മൃഗം, അന്ന് ബെൻസോ അങ്ങനെയുള്ള വണ്ടികളൊന്നുമില്ല, കാറുകളോ വാഹനങ്ങളില്ല, വാഹന മൃഗങ്ങളാണ്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് അവരുടെ ആ അന്നത്തെ വഴിയമ്പലങ്ങളിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ നമ്മൾ ഈ കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത്. അവിടെ പാർക്കിംഗ് സ്പേസ്. അപ്പോൾ വരുന്ന വാഹന മൃഗങ്ങളെ അവരെ കെട്ടാൻ, അവരെ പാർക്ക് ചെയ്യാനുള്ള ഒരു യാർഡ് അല്ലെങ്കിൽ തൊഴുത്ത്, അവിടെ വാഹന മൃഗങ്ങൾക്ക് വിശ്രമിക്കാനും കഴിക്കാനും ഒക്കെയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതാണ് അന്നത്തെ പാർക്കിംഗ് സ്പേസ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അന്ന് ഈ യേശുവിനെയും കൊണ്ട് വരുന്ന ആ കുടുംബത്തിൻ്റെ അവർക്ക് താമസിക്കാൻ ഭൂമിയിൽ ഒരു സ്ഥലവും ഇല്ല. പക്ഷെ അവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അവർക്ക് അവിടെ സ്ഥലം കിട്ടിയത് ഈ പാർക്കിംഗ് സ്പേസിലാണ്. എന്നുവെച്ചാൽ അവരുടെ വാഹനമൃഗത്തെ കിടത്താനുള്ള ആ ഒരു എവിടെയാണോ അതിനെ കെട്ടേണ്ടത് അവിടെ കിടത്തി അവിടെയാണ് നമ്മൾ കാണുന്നത് യേശുവിനെ അവിടെ പ്രസവിക്കുന്നു. സ്തോത്രം. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഈ 3 വിദ്വാൻമാർ വരുന്നത്. അപ്പോൾ 3 വിദ്വാൻമാരുടെ കാര്യമാണ് അവിടെ ഏറ്റവും പ്രധാനം. ഇവർ വരുന്നത് പൊന്ന്, മൂര്, കുന്തിരുക്കം. അപ്പോൾ ഇത് 3ഉമായിട്ട് 3 ഒട്ടകങ്ങളുടെ പുറത്ത്. അപ്പോൾ ഒരൊട്ടകത്തിൻ്റെ പുറത്ത് പിന്നെ എൻ്റെ വിഷനിലുള്ള കാര്യങ്ങളാണ്. ഒരൊട്ടകത്തിൻ്റെ പുറത്ത് നിറയെ മൂര്, ഒരൊട്ടകത്തിൻ്റെ പുറത്ത് നിറയെ പൊന്ന്, ഒരൊട്ടകത്തിൻ്റെ പുറത്ത് നിറയെ കുന്തിരുക്കം. അതിന് 3നും 3 അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാവരും ചിന്തിച്ച് നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യം. പൊന്ന് ഒന്നിനെ കാണിക്കുന്നു, കുന്തിരിക്കം വേറൊന്നിനെ കാണിക്കുന്നു, മൂര് ശവസംസ്കാരത്തെ, പലതിനെ ആരാധനയൊക്കെ പല കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുന്നത് ഈ ഒട്ടകപ്പുറത്ത് വന്ന, അപ്പോൾ ഇവിടത്തേക്ക് നമ്മുടെ ഈ
കൊച്ചിക്കാരുടെയൊക്കെ സാധാരണ ഒരു കാര്യം, ഒരു മാമോദീസയ്ക്ക് ഒരു കുഞ്ഞിനെ കാണാൻ വരുമ്പോഴത്തേന് ഒരു ചെറിയൊരു, അന്ന് എൻ്റെ ചെറുപ്പത്തിലൊക്കെയുള്ള കാര്യം, അന്നൊരു 500 രൂപയുടെയൊക്കെ ഒരു മോതിരം മേടിക്കാം, ഒരു പൊന്മോതിരം. അപ്പോൾ അത് കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട് ഈ ഏരിയയിലൊക്കെ, തൃപ്പൂണിത്തുറയിലും തൈക്കോടത്തി ഞങ്ങളുടെ വൈറ്റിലയിലും ഒക്കെ ഉണ്ട് ചെറിയ കടകൾ. 500 രൂപയ്ക്കൊക്കെ ഒരു മോതിരം കിട്ടും. ബൗത്തീസ് മോതിരം എന്ന് പറയും, മാമോദീസ മോതിരം. പക്ഷേ ഈ കുഞ്ഞിനെ കാണാൻ വന്ന ആ 3 വിദ്വാൻമാർ, അല്ലെ ഒരു വിദ്വാൻ കൊണ്ടുവന്നത് പൊന്ന് കൊണ്ടുവന്നത് ഇവിടെ ഞങ്ങളുടെ ഈ ചിറമേൽ ജ്വല്ലറി കിട്ടുന്ന, അല്ലെങ്കിൽ തളിയത്ത് ജ്വല്ലറി കിട്ടുന്ന ഒരു 500 രൂപയുടെ മോതിരമല്ല. അവിടെ നമ്മൾ കാണുമ്പോഴത്തേന് ഒട്ടകത്തിൻ്റെ പുറത്ത് ഒരു വലിയൊരു ഭാണ്ഡം, എന്ന് വെച്ചാൽ ഒട്ടകത്തിൻ്റെ ചുമലിൻ്റെ ആ ഇത് നമുക്കറിയാലോ, സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഒരു മല വരെ കയറ്റി വയ്ക്കാൻ കൽപ്പുള്ള ഒരു ഒട്ടകമാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് പൊന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു നിസ്സാരക്കാരനെ കാണാൻ വന്നതല്ല അവരത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ കുഞ്ഞിനെ കാണാൻ വന്നപ്പോഴത്തേന് ഇതുപോലെ പൊന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ, നമ്മൾ വചനം വായിക്കുന്നത് യോസഫിനോട് കൂടെ 30 വയസ്സ് വരെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ യേശു 30 വയസ്സ് വരെ പിതാവിനോട് കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിതാവല്ല, ലോകത്തിൽ പിതാവായിരുന്ന ആ മകൻ്റെ കൂടെ ജോലിക്ക്, ആ ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവം, സ്തോത്രം. അപ്പം അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞും അവർക്കൊക്കെ എത്ര നാൾ അവിടെ ജീവിക്കണമോ അതിന് മുഴുവനും ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവം മുന്നമേ ഒരുക്കി വെച്ചിട്ടാണ് ആ ദൈവം ചുരുങ്ങി ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ അതാണ് അവിടെ ഏറ്റവും കാണേണ്ട നമ്മളെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ആ ദൈവത്തിന് സൃഷ്ടിക്കാൻ പുറത്തു വരേണ്ട ആ ഉദരത്തെയും ആ വ്യക്തിയെയും ആ പിതാവിനെയും ആ ഭവനത്തെയും, അതിനോട് കൂടെ ആരൊക്കെ വേണം അതിനെല്ലാം നമ്മളവിടെ വായിക്കുന്നുണ്ട്. വചനത്തിലൊക്കെ യേശുവിന് 1-2 സഹോദരങ്ങളൊക്കെ ഉണ്ടായി, യാക്കോബ്, യോഹന്ന, യോസ, അങ്ങനെ അവർക്കെല്ലാവർക്കും ജീവിക്കാനും അവരുടെ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും എല്ലാം ഒരുക്കിയിട്ടാണ് അന്ന് ആ രാജാക്കന്മാരെ പോലും ആ നക്ഷത്രം കണ്ടുകൊണ്ട് ആ കുഞ്ഞ് പിറക്കുന്ന ആ സമയം, ആ ക്രിസ്മസ് ദിനമെന്ന് നമ്മൾ കരുതുന്ന ആ ദിനത്തിൽ ആ 3 രാജാക്കന്മാർ അല്ലെങ്കിൽ 3 വിദ്വാൻമാർ വന്നത്. അപ്പോൾ ഈ ഒരു ദൈവം നമ്മുടെ ഉള്ളിൽ ജനിച്ച ആ സമയം, അതിനെയാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. പക്ഷെ അതൊരു ക്രിസ്മസോ ഈസ്റ്ററോ എന്നുള്ളതല്ല. ഈ ദൈവം ശരിക്കും നിങ്ങളുടെ ഉള്ളിലും ജനിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഒരു പ്രിവിലേജ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആരാന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയുക, സ്തോത്രം. അപ്പോൾ 1 കൊരിന്ത്യർ 3:16 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരത്തിലാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഉള്ളത്. ഇന്ന് യെരുശലേം ദേവാലയത്തിലോ വെള്ളാങ്കണ്ണി പള്ളിയിലോ അല്ലെങ്കിൽ മലയാറ്റൂർ ദേവാലയത്തിലോ മക്കയിലോ മദീനയിലോ ശബരിമല അമ്പലത്തിലോ ഒന്നുമല്ല. ദൈവം വസിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. അപ്പോൾ നമ്മൾ നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞോളാം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അങ്ങനെയെങ്കിൽ ഈ മന്ദിരത്തിനകത്താണ് സ്വർഗം വസിക്കുന്നത്. ഈ സ്വർഗമുണ്ടെങ്കിൽ സ്വർഗത്തിനകത്ത് ഈ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പറയുന്നു, ആദിയിൽ ആ പരിശുദ്ധാത്മാവ് ഭൂമിക്ക് മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്ന ഭൂമിയിലാണ് ഈ നാൾക്ക് നാൾ ഈ 2000 വർഷം എത്രയാണോ കർത്താവ് വരാനുള്ള സമയമായിട്ടിരിക്കുന്നു. അപ്പോൾ ആ സമയം വരെ നമുക്ക് ഇവിടെയുള്ള ആയിരക്കണക്കിന് കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് മുഴുവനും ഇതിനകത്ത് ഒരു തള്ളക്കോഴി അടയിരുന്ന് മുട്ട ഉണ്ടായി വരുന്നത് പോലെ ഇതെല്ലാം പരിവർത്തിച്ച് ഇത് ഭൂമിക്കുള്ളിൽ മുഴുവൻ ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്നും അത് ഭൂമിക്കടിയിലുള്ള ഈ ഉള്ളിലുള്ളത് മുഴുവനും കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല. ഇനി എന്തെല്ലാം ഈ ധാതുക്കളുണ്ടെന്നുള്ളതൊന്നും വില മതിക്കാനാകാത്ത അത്രയും സാധനങ്ങൾ ഇനിയും ഭൂമിയുടെ അടിയിലോട്ടുണ്ട്. അതൊക്കെ കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനെ കർത്താവ് വരും, അതിനുള്ള സമയം. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക്, അപ്പോൾ ഈ ഒരു 1 കൊരിന്ത്യർ 3:16 ഈ യേശു നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആൾക്കാർ. അതായത് എലോൺ മസ്കോ, ബിൽ ഗേറ്റ്സോ പോലെയുള്ള വലിയ കോടീശ്വരന്മാരല്ല.
നമ്മളാണ് ഈ സ്വർഗം കൊണ്ട് നടക്കുന്ന. നമ്മളെ കാണുമ്പോഴത്തേന് ഈ സാത്താന്യ ശക്തികൾ നോക്കി നിന്ന് വിറയ്ക്കും. അവർ പറയും, ദേ പോകുന്നു സഞ്ചരിക്കുന്ന ദേവാലയം. നമ്മൾ സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാതെ വല്ലപ്പോഴും വർഷത്തിലൊരിക്കലും ഡിസംബർ 25-ാം തീയതി ഇടുന്ന പുൽക്കുട്ടിൽ ജനിക്കുന്ന ഒരു ഉണ്ണിയേശു അല്ല. നമ്മുടെ ഉള്ളിലുള്ളത് മരണത്തെ ജയിച്ചവനാണ്. ഏതെങ്കിലും പാതാളത്തിലോട്ട് ഇറങ്ങിപ്പോയ ഒരു ദൈവമല്ല. വർഷാവർഷം വരുന്ന ഒരു ദൈവമല്ല. നിത്യം ജീവിക്കുന്ന ആ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. ഞാൻ എന്ന് സ്നാനപ്പെട്ടോ അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് നമ്മുടെ അകത്താണ്. നമ്മുടെ അകത്ത് ആദ്യം ജനിക്കണം. നമ്മൾ ഇതിന് വേറെ പുൽക്കൂടിടുകയോ നക്ഷത്രം കെട്ടുകയോ സീരിയൽ ലൈറ്റ് ഇടുകയോ ഒന്നും ആവശ്യമില്ല. ഈ തിരിച്ചറിവ് മാത്രം മതി. അത് അത്ഭുതമാവും. അപ്പോൾ ഈ തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതമാകും. ക്രിസ്മസ് നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ അത് തിരിച്ചറിയുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും, അത്ഭുതമാക്കും. നമ്മുടെ ഇത് മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ കോടാനുകോടി ഗ്രഹങ്ങളെ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ആ ദൈവം ഇത്ര ചുരുങ്ങി നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ആൾക്കാരല്ല. നമ്മൾ ഈ ചെറിയ, ഇപ്പം ഞാനും ഈ കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരാളെന്ന് കരുതി ഞാൻ കരയുന്നില്ല. എനിക്കറിയാം ഈ ദൈവം എൻ്റെ അകത്തുണ്ടെങ്കിൽ എൻ്റെ കാഴ്ച തരാൻ മതിയായ ആ ദൈവം, മരിച്ചതിനെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി തരുന്ന ആ നല്ല ദൈവം, ആ ദൈവം ശിശുവല്ല, ഉണ്ണിയേശുവല്ല. എൻ്റെ ഉള്ളിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇനിയും കർത്താവ് എന്ന വലിയ പോലെ ചവിട്ടി ഇവിടെ വരുന്ന ആ നിമിഷം എന്നെ കൊണ്ട് ആ പുത്തനെ യെരുശലേമിലേക്ക് എന്നെ കൊണ്ടുപോകും. 1000 വർഷം ഞാൻ അവിടെ ജീവിക്കും. സ്തോത്രം. നമ്മളെല്ലാവരും കാണുന്നത്, കേട്ടതും വായിച്ചിട്ടുള്ളതുപോലെ ആ നിത്യതയിലേക്കാണ് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ആ നിത്യതയിലേക്ക് നോക്കിക്കൊണ്ട് ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. പിമ്പിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ളതിനെ നോക്കിക്കൊണ്ട് ഓടുന്നു. അപ്പോൾ ഈ ചെറിയ ഈ സൈഡുകളിൽ കിട്ടുന്നതൊന്നും നമ്മൾ നോക്കണ്ട. ചെറിയ വിഷയങ്ങൾ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ കിട്ടാനുള്ള ആ വലിയ നിത്യത, എറ്റേണിറ്റിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ കഷ്ടം ലഘുവായ കഷ്ടമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മുടെ ഈ ഒരു 100, 120 ഇനി 80 വയസ്സ് വരെയുള്ള ഈ കഷ്ടം നമുക്ക് ലഭിക്കാനുള്ള ആ 1000 വർഷം എറ്റേണിറ്റി, അത് വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേന് ഒരു നഷ്ടമേ അല്ല. ഈ ഒരു 80 വർഷം നമ്മളിനി കണ്ണില്ലാതെ ജീവിച്ചെന്ന് പറഞ്ഞാൽ അതൊരു വിഷയമേ ഉള്ള കാര്യമല്ല. നമുക്കൊരു 1000 വർഷം, നമുക്കൊരു നിത്യത, അതിവിടെ ഈ ഭൂമിയിൽ തന്നെ ഇതേ അവസ്ഥയിൽ തന്നെ നമ്മൾ ജീവിക്കും. ഇവിടെ എന്തൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ടോ അതെല്ലാം അതിൻ്റെ യേശു പറഞ്ഞിരിക്കുന്ന പോലെ 100 മടങ്ങ്, 100 ഞാൻ കാണുന്നത് 1000കണക്കിന് മടങ്ങ് നമ്മളോട് കൂടെ പിന്തുടരും. 23-ാം സങ്കീർത്തനം 7-ാം വാക്യം പറയുന്ന പോലെ മുമ്പേ നമ്മൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതെല്ലാം നമ്മുടെ പിന്നാലെ വന്നോളൂ. നമ്മളിതിനു വേണ്ടി പ്രത്യേകിച്ച് പാടുപെടുക, ഒരു ബിസിനസ്സും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യേണ്ടവർ ചെയ്തോ, പക്ഷെ അതല്ല, മുമ്പേ അവൻ്റെ വചനത്തിന് വേണ്ടി ഇറങ്ങുക, വചനം പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇടിവിൽ നിൽക്കുക. അപ്പം അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഇത് വരാനുള്ളതെല്ലാം നമ്മളെ പിന്തുടർന്നോളൂ. നമ്മളിതിൻ്റെ പിന്തുടരേണ്ട കാര്യമില്ല. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ചിന്ത എല്ലാവരുടെയും ഉള്ളിലോട്ട് വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം ഈ യേശു ജനിക്കട്ടെ. ഇതാണ് ക്രിസ്മസ്. ഇതിനുവേണ്ടി നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ഈ വലിയ ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള ആ തിരിച്ചറിവ്, മഹാനായ ഈ ദൈവം, ഈ ഇത്ര വലിയ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ വലിയ ദൈവം നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞു. സ്തോത്രം. അതിനുവേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ പ്രിവിലേജ് ഇതോടുകൂടി വേണം നമ്മൾ ഇറങ്ങി നടക്കാനായിട്ട്. എനിക്ക് നടക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ നടന്നിരുന്ന കാലത്തെല്ലാം ഞാൻ അങ്ങനെയാണ്. എൻ്റെ ഉള്ളിലെ ചിന്ത അതാണ്. എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട് എങ്കിൽ നമ്മൾ ചെറുതല്ല, അഹങ്കരിക്കുന്നതല്ല, നമ്മൾ വലിയ ആൾക്കാർ തന്നെയാണ്. നമ്മുടെ കൂടെ ഈ ദൈവമുണ്ട്. സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ യെരുശലേം ദേവാലയത്തെ കഴിഞ്ഞും മലയാറ്റൂർ പള്ളിയെ കഴിഞ്ഞും വേളാങ്കണ്ണി പള്ളിയെ കഴിഞ്ഞും ഏറ്റവും വിശേഷമായത് നമ്മളാണ്. അപ്പോൾ അത് ചിന്തിക്കുക. അതിനുവേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇടിവിൽ നിൽക്കാം. അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്കും ഉണ്ട്, 2 മണി കൂട്ടായ്മ. അപ്പോൾ ഈ 2 മണി കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴത്തേന് പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ വ്യക്തമായിട്ട് സംസാരിക്കും. മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങൾ, എൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്, പലർക്കും മറഞ്ഞു കിടക്കുന്നത് എനിക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് അത് കൃത്യമായിട്ട് എന്നെ അറിയിക്കും. ഞാനത് ഇടതടവില്ലാതെ
ചെയ്തുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ല സിസ്റ്റമല്ല, അതിന് തരും. കർത്താവ് എന്നെ അനുവദിക്കും. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചെറുതല്ല, നമ്മുടെ ഉള്ളിൽ ഈ യേശു ഉണ്ണിയേശു അല്ല, നമ്മുടെ ഉള്ളിൽ ഈ മഹാദൈവം ജനിച്ചിരിക്കുന്നു, ഉണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാർ തന്നെയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ നമ്മളാണ്. നമുക്ക് വേണ്ടി ഇത് മുഴുവൻ സൃഷ്ടിച്ച ആ ദൈവം നമ്മുടെ ഉള്ളിലായിരിക്കുന്നു. നമുക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇടിവിൽ നിൽക്കാം. അപ്പോൾ വൻ കാര്യങ്ങൾ ഇനിയും ചെയ്യും. 2025 നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. അനുഗ്രഹമായിരിക്കും. അത്ഭുതത്തോടു കൂടി നമുക്ക് ഈ വർഷം തുടങ്ങാം. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ.